പടം ഒന്നും പറയാനില്ല, ഗംഭീര പടമാണ്. സസ്പെൻസ് ത്രില്ലറാണ്. അഭിലാഷ് പിള്ള എന്ന റൈറ്ററിന്റെ ആ ഒരു സ്ക്രിപ്റ്റ്, അതിലൊരു ഫാമിലി ഭയങ്കര ടച്ച്. ഒരു അമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഭയങ്കരമാണ് അതിനകത്ത്. അമ്മ മകൻ ബന്ധം വെച്ചിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നന്നായിട്ടുണ്ട്. അവൻ ചെയ്തതിൽ വെച്ചിട്ട് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ അച്ഛനായതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ധൈര്യമായിട്ട് പറയാം, അവൻ ചെയ്തതിൽ ഡിഫറെന്റ് ക്യാരക്ടർ തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു, നന്നായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷെ അതൊരു ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ തന്നെയും ഒരു ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് ആ പടം ട്രീറ്റ് ചെയ്തത്. ഈ സാധാരണ ചില സിനിമകളിൽ ഈ ഫാമിലി ഓഡിയൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വർക്കൗട്ട് ആവില്ല. പക്ഷെ ഇത് നന്നായിട്ട് കൃത്യമായിട്ട് ബോണ്ട് ചെയ്ത് പോകുന്ന രീതി തന്നെ ചെയ്തത്. നിങ്ങൾ കണ്ടോ? അപ്പൊ നിങ്ങളെന്നെ പറയാത്. അതൊക്കെയാണ് പുതിയ ഡയറക്ടറാണ്. അതെ അതെ, അതെന്ന് വെച്ചാല് ആ ഒരു കോൺസെപ്റ്റ് തന്നെ നല്ലതാണ്. കാരണം സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ വേറെ രീതിയായിരിക്കുമല്ലോ ചെയ്യുന്നത്. ഇതൊരു ഫാമിലിയുടെ അമ്മയും മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ ട്രാക്ക് എന്ന് വേറെ ഉണ്ടെങ്കിൽ തന്നെയും ഈ അമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എപ്പോഴും കൂടെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര മൂടാണ്. ക്ലൈമാക്സ് ഇന്റർവെൽ വരെയൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷനാണ്. പിന്നെ നമ്മൾ ഇതിന്റെ കാല പോകുമ്പോഴും ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സാധനമുണ്ട് പെർഫോം ചെയ്യാനായിട്ട്. ഞാൻ എന്റെ മകനായതെന്ന് പറഞ്ഞതല്ല, പക്ഷെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തത്. ഒരു കൂടാനും പാടില്ലത് പറയാനും പാടില്ല. പടം ഒന്നും പറയാനില്ല, ഗംഭീര പടമാണ്. സസ്പെൻസ് ത്രില്ലറാണ്. അഭിലാഷ് പിള്ള എന്ന റൈറ്ററിന്റെ ആ ഒരു സ്ക്രിപ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട്. വിഷ്ണു വിനയ് എന്ന് പറഞ്ഞ ഡയറക്ടർ ആദ്യത്തെ മൂവിയാണെങ്കിൽ തന്നെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകന്റെ കരിയറിലെ തന്നെ എന്താ പറയുക, ബെസ്റ്റ് സെലക്ഷൻ എന്ന് പറയാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആയാലും DOP ആയാലും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഏത് തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ കഥയാണ്. ഒരു റിയലിസ്റ്റിക് ആയിട്ട്, ഒരു മിസ്സിംഗ് കേസുമായിട്ട് നോർമലി സംഭവിക്കുന്ന റിയലിസ്റ്റിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരിക്കലും ഒരു ലാഗ് ഇല്ല, സസ്പെൻസ് ആണ്, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷ ഒരിക്കലും കൈവിട്ടില്ല. ഏത് തരം പ്രേക്ഷകരെയും ഇത് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാം. ഒരുപാട് കണ്ണു നിറയുന്ന നിമിഷങ്ങളുണ്ട്. സംഗീത മാഡത്തിന്റെ തിരിച്ചുവരവ് എല്ലാം നന്നായിട്ടുണ്ട്. നല്ല ഉഗ്ര സിനിമ. സാധാരണ ഇപ്പോഴത്തെ സിനിമകളിൽ കാണിക്കാത്ത രീതിയിലുള്ള ഫാമിലിയുടെ കുറെ കൺവെൻഷനുള്ള നല്ല സൂപ്പർ സിനിമ. നല്ല അടിപൊളി സിനിമ. നല്ല അവസാന നിമിഷം വരെ നല്ല സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള സിനിമ. അഭിനയമൊക്കെ എല്ലാവരും ഓരോന്ന് പരസ്പരം മത്സരിച്ചാണ് വിജയിക്കണം എല്ലാവരും. സംഗീത ചേച്ചി ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് മലയാളത്തിലേക്ക് വന്നതായിരുന്നു. പെട്ടെന്ന് കുറെ പേർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് കഴിഞ്ഞാണ് പിന്നെയാണ് മനസ്സിലാവണം. നമ്മുടെ പഴയ ചിന്താവിഷയായ ആ സംഗീത ചേച്ചി തന്നെയാണ്. നല്ല സൂപ്പറായിട്ട് വെറൈറ്റി. സൂപ്പർ പടം, ഒന്നും പറയാനില്ല. നല്ല പടം, നല്ല മൂവി. എല്ലാവർക്കും കാണാൻ പറ്റിയ പടം, ഫാമിലിക്ക് കാണാൻ പറ്റിയ പടം. ഇതിൻ്റെ നിർമ്മാതാവിനും ഡയറക്ടർക്കും എല്ലാവർക്കും പടം നന്നായിട്ട് വിജയിക്കട്ടെ, നന്നായിട്ട് ഓടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.